നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശോധിക്കുന്ന വിഷയം സർക്കാർ ജീവനക്കാരുടെ ആർജിത അവധി സറണ്ടർ ഒരിക്കൽ അനുവദിച്ചത് ക്യാൻസൽ ചെയ്യാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ്. മുമ്പുള്ള നിയമപ്രകാരം, അതായത് നമ്മൾ സ്പാർക്കിൽ ഇപ്പോൾ നോൺ ഗസറ്റഡ് ജീവനക്കാരുടേത് ഓൺലൈനായിട്ടാണ് നമ്മൾ സ്പാർക്കിൽ അപേക്ഷയിടുന്നതും അപ്രൂവ് ചെയ്യുന്നതും എല്ലാം ഓൺലൈനായിട്ടാണ്. മുമ്പ് മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ജീവനക്കാരുടെ ആർജിത അവധി സറണ്ടർ ചെയ്യാൻ അനുമതി നൽകിയാൽ പിന്നീട് അത് റദ്ദാക്കാനോ സറണ്ടർ ചെയ്ത ലീവ് തിരികെ അക്കൗണ്ടിലേക്ക് ചേർക്കാനോ സാധിക്കുമായിരുന്നില്ല. ലീവ് സറണ്ടർ ഇപ്പോൾ ഓൺലൈനായി ചെയ്യുന്നതിനാൽ സാങ്കേതിക കാരണങ്ങളാൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ സറണ്ടർ അനുവദിക്കുകയും, അതായത് നമ്മളുടെ DDO അല്ലെങ്കിൽ കൺട്രോളിംഗ് ഓഫീസർ നമ്മൾ ഓൺലൈനായിട്ടിട്ട സറണ്ടർ അനുവദിക്കുകയും, എന്നാൽ ബില്ലെടുത്ത് ട്രഷറിയിൽ നൽകിയിട്ടില്ലാത്തതുമായ, അതായത് എൻക്യാഷ് ചെയ്തിട്ടില്ലാത്തതുമായ സാഹചര്യത്തിൽ അത് ഒറ്റത്തവണ റദ്ദാക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനൊരു സമയപരിധി കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് സറണ്ടർ സാങ്ഷൻ ചെയ്ത തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിൽ നമുക്ക് റദ്ദാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ റദ്ദാക്കുന്ന കേസിൽ ഈ വ്യക്തി എത്ര ലീവാണോ ഏൺ ലീവ് സറണ്ടറിന് അപേക്ഷയിട്ടത് അത്രയും ലീവ് തിരിച്ച് ഈ വ്യക്തിയുടെ ലീവ് അക്കൗണ്ടിലോട്ട് റീകൂപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഉത്തരവിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ലീവ് സറണ്ടർ അനുവദിക്കുന്നതിന് മുമ്പായിട്ട് ജീവനക്കാരൻ്റെ അർഹതയും അക്കൗണ്ടിലെ ലീവും DDOമാർ കൃത്യമായും പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. ആർജിതാവധി സറണ്ടർ ക്യാൻസൽ ചെയ്യുന്ന നമ്മളിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരുന്ന ഉത്തരവിന് ശേഷം സർക്കാർ മറ്റൊരു സർക്കുലർ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് 6/11/2025 83/2025 ഫിനാൻസ് എന്ന ഒരു സർക്കുലർ കൂടി ഇതിനോടനുബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്, ഓൺലൈൻ വഴി ലഭിക്കുന്ന സറണ്ടർ അപേക്ഷകൾ DDOമാർ സമയബന്ധിതമായി തന്നെ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ അപേക്ഷ റദ്ദാക്കണമെങ്കിൽ അതിനുള്ള സമയപരിധി 1 മാസം മാത്രമാണ്. അതിനുള്ളിൽ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അത് ജീവനക്കാരൻ ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ. അപേക്ഷ റദ്ദാക്കേണ്ടതില്ലെങ്കിൽ സമയബന്ധിതമായി സറണ്ടർ ബില്ലുകൾ തയ്യാറാക്കി ട്രഷറിയിൽ സമർപ്പിക്കേണ്ടതാണ്. ഈയൊരു സർക്കുലറിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട്. അതെന്ന് പറയുന്നത്, മുൻ സാമ്പത്തിക വർഷത്തെ സറണ്ടർ സാങ്ഷനോ ബില്ലോ പെൻഡിംഗ് ആണെങ്കിൽ പുതിയ വർഷത്തെ സറണ്ടർ ക്ലെയിം ചെയ്യാൻ നമുക്ക് സ്പാർക്കിലൂടെ കഴിയുകയില്ല. നിലവിൽ ഒരുപാട് ജീവനക്കാർ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. കാര്യം അവർ അടുത്ത സാമ്പത്തിക വർഷത്തെ അപേക്ഷ ഇടുമ്പോഴായിരിക്കും ഈയൊരു മെസ്സേജ് വരുന്നത്. മുൻ സാമ്പത്തിക വർഷം ഇട്ട അപേക്ഷ ചിലപ്പോൾ DDO അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ബില്ലെടുത്ത് ട്രഷറിയിൽ സമർപ്പിച്ചിട്ടില്ല. ഇതല്ലെങ്കിൽ ബില്ലെടുത്തിട്ടുണ്ടെങ്കിലും ട്രഷറിയിൽ സമർപ്പിച്ചിട്ടില്ല എങ്കിലും ഈ ഒരു എറർ മെസ്സേജ് വരുന്നതാണ്. ഇത് നമ്മൾ DDOമാരെല്ലാം കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഒരുപാട് ജീവനക്കാർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഇത് സംബന്ധിച്ച് സ്പാർക്കിൽ ടിക്കറ്റ് സംവിധാനം മുഖേന അപേക്ഷ സമർപ്പിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഈ ഒരു കേസിൽ ഏത് ജീവനക്കാരനാണോ വീഴ്ച വരുത്തിയത് ആ ഉദ്യോഗസ്ഥനിൽ നിന്നും വിശദീകരണം വാങ്ങുകയും ആയതിൽ നിയന്ത്രണാധികാരി സ്വീകരിച്ച നടപടി സഹിതം വകുപ്പ് മേധാവിയുടെ വ്യക്തമായ ശുപാർശ സഹിതം ഭരണവകുപ്പ് വഴി ധനകാര്യ വകുപ്പിൽ പ്രസ്തുത അപേക്ഷ ലഭ്യമാകുന്ന മുറയ്ക്ക് സ്പാർക്കിൽ അത് ഉചിതമായ തിരുത്തലുകൾ വരുത്തുന്നതാണ് എന്നൊരു മറുപടിയാണ് ലഭിച്ചത്. അപ്പം അവിടെ എല്ലാ ജീവനക്കാരും ഈ ഒരു കേസിൽ വളരെ ജാഗരൂകരായിരിക്കുക. DDOമാർ സറണ്ടർ സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബില്ലെടുത്ത് കൃത്യമായിട്ടും ജീവനക്കാർക്ക് മാറി നൽകേണ്ടതാണ്. ഇതിൽ ഒരു തരത്തിലുമുള്ള വീഴ്ചയും വരുത്തുവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ഗസറ്റഡ് ജീവനക്കാരുടെ കേസിലാണെങ്കിൽ നിലവിൽ ഇപ്പോഴും മാനുവലായിട്ടാണ് നമ്മൾ അപേക്ഷകളൊക്കെ സമർപ്പിക്കുന്നത്. ഫോം 30യിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നു. അത് നമ്മളുടെ കൺട്രോളിംഗ് ഓഫീസർ അല്ലെങ്കിൽ നിയമനാധികാരി ആരാണോ ഏൺ ലീവ് സറണ്ടർ പാസ്സാക്കാൻ അർഹതയുള്ളത് ആ വ്യക്തി പാസ്സാക്കി AGയിലോട്ട് അയക്കുന്നു. AGയിൽ നിന്നും നമുക്കൊരു സ്ലിപ്പ് സ്പാർക്കിൽ ലഭിക്കുന്നു. നമ്മൾ ഈ സ്ലിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ അത് ബില്ല് മാറി കൃത്യമായിട്ടും ജീവനക്കാരന് മാറി കൊടുക്കേണ്ടതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ സാലറി സ്ലിപ്പ് പോലെ അല്ല ഈ ലീവ് സറണ്ടർ സ്ലിപ്പ് എന്ന് പറയുന്നത്. ലീവ് സറണ്ടർ സ്ലിപ്പ് നമ്മൾ വാലിഡേറ്റ് ചെയ്യേണ്ടതില്ല. പേ സ്ലിപ്പ്, ലീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത മാസത്തെ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി സ്ലിപ്പ് പെൻഡിങ് ഉണ്ട്, അത് വാലിഡേറ്റ് ചെയ്യണമെന്നൊരു മെസ്സേജ് വരും. നമ്മൾ അങ്ങനെയാണ് പലപ്പോഴും ഈ ഗസറ്റഡ് ജീവനക്കാരുടെ സ്ലിപ്പ് വന്നിട്ടുണ്ടെന്ന് തന്നെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏൺ ലീവ് സറണ്ടർ സ്ലിപ്പ് വാലിഡേറ്റ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ ഈ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനൊരു സ്ലിപ്പ് പെൻഡിങ് ഉണ്ടെന്ന് അവിടെ ഒരു പോപ്പ് മെസ്സേജോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരാളുടെ ലീവ് സറണ്ടർ അപേക്ഷ AGയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും സ്പാർക്കിലൊന്ന് നോക്കുക സ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ബില്ലെടുത്തതിന് ശേഷം ഈ ഒരു സ്ലിപ്പ് സ്പാർക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാലിഡേറ്റ് ആവുന്നതാണ്.
അതുകൊണ്ട് ഗസറ്റഡ് ജീവനക്കാരുടെ കേസിൽ AGയിൽ നിന്നും സ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ഉദ്യോഗസ്ഥരുടെ പ്രമോഷൻ, ട്രാൻസ്ഫർ, റിലീവിംഗ് തുടങ്ങിയ സ്പാർക്കിലൂടെയുള്ള നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇത്തരം വീഴ്ചകൾ സർക്കാർ വളരെ ഗൗരവത്തോടെ കാണും. അതുകൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സ്പാർക്ക് PMU ഇനി മുതൽ സ്വീകരിക്കുന്നതല്ല എന്നും ഈയൊരു സർക്കുലറിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ DDOമാരും കൺട്രോളിംഗ് ഓഫീസർമാരും വളരെയധികം ശ്രദ്ധ പുലർത്തുക ഈയൊരു കേസിൽ. ഇനി നമുക്ക് സ്പാർക്കിൽ എങ്ങനെയാണ് ആർജിത അവധി സറണ്ടർ ക്യാൻസൽ ചെയ്യുക എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൻ്റെ കാര്യം പറഞ്ഞു. സറണ്ടർ സാങ്ഷൻ ചെയ്ത് 1 മാസത്തിനുള്ളിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ ക്യാൻസൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ സറണ്ടർ ആരാണോ നമ്മൾ അപ്രൂവ് ചെയ്തത് ആ ഒരു വ്യക്തിയുടെ ലോഗിലാണ് പ്രവേശിക്കേണ്ടത്. അത് നമ്മളുടെ DDO ആവാം, കൺട്രോളിംഗ് ഓഫീസർ ആവാം. അവരുടെ വ്യക്തിയുടെ നമ്മൾ സ്പാർക്കിൽ ലോഗിൽ പ്രവേശിക്കുക. അതിനുശേഷം നമ്മൾ സർവീസ് മാറ്റേഴ്സ് എന്ന മെനുവിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ലീവ് സറണ്ടർ ഉണ്ട്. ലീവ് സറണ്ടറിൽ ക്യാൻസൽ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ എന്ന ആ ഒരു സബ് മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോ വന്നു. അതിനകത്ത് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുള്ള ലീവ് സറണ്ടർ, എല്ലാ ജീവനക്കാരുടെയും ലീവ് സറണ്ടർ അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ നോക്കി ഏത് ജീവനക്കാരൻ്റെ ലീവ് സറണ്ടറാണോ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത് ആ ഒരു ജീവനക്കാരനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ജീവനക്കാരൻ്റെ വലതുവശത്തായിട്ട്, ഏറ്റവും വലതുവശത്തായിട്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മെനു നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ജീവനക്കാരൻ്റെ വിവരങ്ങളൊക്കെ, അതായത് നമ്മൾ ആ ഒരു സറണ്ടർ ആപ്ലിക്കേഷൻ അവിടെ അതേ കണക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അതിനകത്ത് ആ ജീവനക്കാരൻ്റെ വിവരങ്ങളും എത്ര ലീവ് ബാലൻസ് ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. അതിനുശേഷം തൊട്ട് താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മുമ്പേ അപ്രൂവ് ചെയ്തതിൻ്റെ ഒരു റിമാർക്സ് അവിടെ കാണാം. ഇവിടെ അപ്രൂവ്ഡ് എന്നാണ്. അതിൻ്റെ തൊട്ട് താഴെ റീസൺ ഫോർ ക്യാൻസലേഷൻ എന്ന ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ എൻ്റർ ചെയ്ത് ക്യാൻസൽ സാങ്ഷൻ ഓർഡറിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ റീസൺ എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് ക്യാൻസൽ സാങ്ഷൻ ഓർഡർ കൊടുക്കാൻ കഴിയുന്നതാണ്. എന്തായാലും എൻ്റർ ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ DDO അല്ലെങ്കിൽ കൺട്രോളിംഗ് ഓഫീസറുടെ DSC ടോക്കൺ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്തിരിക്കണം. ലേൺ ലീവ് സറണ്ടർ ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് DSC അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ആ ഒരു പുതിയൊരു വിൻഡോയിൽ നമ്മളുടെ ടോക്കൺ പാസ്വേഡ്, DSCയുടെ ടോക്കൺ പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തു. അപ്പം പുതിയൊരു വന്നു. അതിനകത്തും കൺഫേം സൈൻ നമ്മൾ കൊടുക്കുക. അപ്പം കൺഫേം സൈൻ കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സറണ്ടർ ആപ്ലിക്കേഷൻ ക്യാൻസൽ ആയതായിട്ട് വന്നു. അതിനുശേഷം ആ ഒരു വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനകത്ത് ആ ഒരു സറണ്ടർ ഇത് ക്യാൻസൽഡ് ആയെന്ന് ഒരു വാട്ടർമാർക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഒരു ജീവനക്കാരൻ്റെ സറണ്ടർ സ്പാർക്കിലൂടെ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിൽ 1 മാസം കഴിഞ്ഞവരുടെ കേസാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ സ്പാർക്കിൽ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അത് സ്പാർക്കിൽ എത്തണമെങ്കിൽ ഈ ഒരു വീഴ്ച വരുത്തിയ ജീവനക്കാരൻ്റെ വിശദീകരണം, അതിൽ നിയന്ത്രണാധികാരി സ്വീകരിച്ച നടപടി സഹിതം നമ്മളുടെ വകുപ്പ് മേധാവി നമ്മളുടെ സെക്രട്ടേറിയറ്റിലെ ഭരണവകുപ്പിൽ കൊടുക്കണം. ഭരണവകുപ്പിൽ നിന്നും ധനകാര്യ വകുപ്പിൽ പോകണം. ധനകാര്യ വകുപ്പിൽ നിന്നാണ് സ്പാർക്കിൽ പോയാലേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയും സ്റ്റെപ്പുണ്ട്. അതുകൊണ്ട് DDOമാരും കൺട്രോളിംഗ് ഓഫീസർമാരും അതുകൊണ്ട് വളരെ ജാഗരൂകരായിരിക്കണം ഈ ഒരു ഏൺ ലീവ് സറണ്ടർ അപ്രൂവ് ചെയ്ത് ബില്ലെടുക്കുന്ന കേസിൽ. അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്താലേ ഈ ഒരു ഇഷ്യൂ സോൾവ് ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ജീവനക്കാരും DDOമാരും കൺട്രോളിംഗ് ഓഫീസറും എല്ലാവരും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വെച്ച് പുലർത്തുക. അർജിത അവധി സറണ്ടർ ക്യാൻസലേഷൻ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.